ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴവും ചവ്വരിയും കൊണ്ട് തയ്യാറാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണിത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിരുന്നാലേ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒരു റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം നല്ല പോലെ പഴുത്തതും 2 എണ്ണം മീഡിയം പഴുപ്പുള്ളതുമാണ്. പഴം നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെയാണ് എടുക്കേണ്ടതും. എനിക്ക് കിട്ടിയത് ഈ ഒരു പരുവത്തിലുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തത്. ഞാനിപ്പോൾ ഈ ഒരു 3 നേന്ത്രപ്പഴത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുന്നുണ്ട്. ഇനി ഈ പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ 3 നേന്ത്രപ്പഴവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പഴം മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 200 ഗ്രാം അളവിലുള്ള ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 നേന്ത്രപ്പഴത്തിന് വേണ്ടിയാണ് 200 ഗ്രാം അളവിൽ ചവ്വരി എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ ചവ്വരി 1 മിനിറ്റ് നേരം ഈ ഒരു പാനിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചൂടാക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മാറി രുചിയിലൊക്കെ വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ ഈ ചവ്വരി ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് 1 മിനിറ്റ് നേരം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൽ തന്നെ വെച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചേക്കാം. ചൂടോടെ ഈ പാനിൽ തന്നെ വെച്ചിരുന്ന പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കണം. ഇനി ഇതേ പാൻ തന്നെ വീണ്ടും സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 സ്പൂൺ അളവിൽ പൊട്ടുകടലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇതും ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു 30 സെക്കൻഡ് നല്ല പോലെ ചൂടാക്കി എടുത്തതിന് ശേഷം ഇതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഈ പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുക്കണം. എന്നിട്ട് ഇത് വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് അവലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 30 സെക്കൻഡ് ഈ അവല് കൂടി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കണം. അടുത്തതായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു 3 നേന്ത്രപ്പഴവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി 3 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഏലക്കായുടെ മണം ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് നല്ലൊരു മധുരത്തിൻ്റെ സ്നാക്സ് ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി 250 ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ളതാണിത്. ഉരുക്കിയെടുത്തതിന് ശേഷം അതിലെ കരടെല്ലാം അരിച്ചു മാറ്റിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നല്ലോണം ചൂടാറരുത്. ഒരു അത്യാവശ്യത്തിന് കൈകൊണ്ടൊക്കെ തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു പരുവത്തിൽ ചൂടാറുമ്പോഴാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ചവ്വരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇളം ചൂടിൽ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ നല്ലോണം പൊടിഞ്ഞു കിട്ടും. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് കാണിച്ചു തരാം. ഇതാ കൈകൊണ്ടൊക്കെ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇനി ചവ്വരി പൊടിച്ചെടുത്തിട്ടുള്ള അതേ മിക്സിയുടെ ജാറിൽ തന്നെ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന ആ ഒരു അവല് കൂടി പൊടിച്ചെടുക്കാം. ഇനി ഇതിനോടൊപ്പം തന്നെ നേരത്തെ ചൂടാക്കി വെച്ചിരുന്ന ആ ഒരു പൊട്ടുകടല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൈകൊണ്ട് തൊട്ടാൽ കുഴപ്പമില്ലാത്ത ആ ഒരു ചൂടോട് കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിത് നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പാൽപ്പൊടി 1/4 കപ്പ് മുതൽ അരക്കപ്പ് വരെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ഒരു അളവ് കിട്ടില്ല. അതുമാത്രമല്ല പരുവവും തെറ്റിപ്പോവും. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യമേ തന്നെ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അവലും പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുത്തതുകൊണ്ട് വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുത്താലേ അതൊരു കറക്റ്റ് പരുവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് അളവിൽ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളം മതി. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് 1/2 കപ്പ് അളവിൽ 2 കപ്പ് വെള്ളമാണ്. കുറച്ച് കട്ടിയായിട്ട് ഈ ഒരു പരുവത്തിലാണിത് റെഡിയാക്കി എടുക്കേണ്ടത്. അടുത്തതായി ഇനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേക്കിൻ്റെ മൗൾഡാണ്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ചോറ് കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കേക്കിൻ്റെ മൗൾഡിലോ ഏതിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു കേക്കിൻ്റെ മൗൾഡിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സ്പാച്ച് വെച്ചിട്ടൊന്ന് കറക്റ്റാക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിന് മുകളിലേക്കായിട്ട് ഒരു നല്ല മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് 2 സ്പൂൺ അളവിലുള്ള നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് താളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇതിന് മുകളിലേക്കൊന്ന് കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. അടുത്തതായി ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനുള്ളിലേക്കാണ് ഇത് ഇറക്കി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കുന്നത്. ഇതിനി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു റെസിപ്പി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഒന്ന് കുത്തി കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ ഒന്നും തന്നെ പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടിയെന്നാണ്. ഇപ്പോൾ ഇത് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.